തേർഡ് മൊഡ്യൂളായ തിയറി ഓഫ് ആംഗുലാർ മൊമെൻറ്റമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട് ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയാവുന്ന മെയിനായിട്ടുള്ള 3 റീസൺസ് ആണ്. ഒന്ന്, പീരിയോഡിക് മോഷൻസിന് ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മൾ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു ഇൻട്രിൻസിക് ആംഗുലാർ മൊമെൻറ്റം പറയാൻ പറ്റും അല്ലേ? ഏതാണ് ആ ഇൻട്രിൻസിക് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്? സ്പിൻ ആംഗുലാർ മൊമെൻറ്റം, അതിൻ്റെ എക്സിസ്റ്റൻസ്. അതുപോലെ തന്നെ നമുക്കറിയാം ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണ്. നമ്മുടെ ഇതിനെ പോലെ ലീനിയർ മൊമെൻറ്റത്തിനെ പോലെയല്ല, ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പം ഈ 3 കാര്യങ്ങൾ കൊണ്ടാവാം ആംഗുലാർ മൊമെൻറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. ഓക്കെ, നമുക്ക് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, അതുപോലെ ആറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി, ന്യൂക്ലിയർ സ്പെക്ട്രോസ്കോപ്പി, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ആംഗുലാർ മൊമെൻറ്റത്തിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് റെലവൻ്റ് ആണ്. ഓക്കെ, സോ നമുക്കിതിലെ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം. ആ ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ റൊട്ടേഷൻ. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസിക്കൽ മെക്കാനിക്സിൽ ചെയ്ത കാര്യമാണ്. റൊട്ടേഷൻസ് കമ്മ്യൂട്ടിംഗ് ആണോ നോൺ കമ്മ്യൂട്ടിംഗ് ആണോ, അവ നോൺ കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ എത്രത്തോളം നോൺ കമ്മ്യൂട്ടിംഗ് ആണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫൈനൈറ്റ് വേഴ്സസ് ഇൻഫിനിറ്റിസിമൽ റൊട്ടേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ എലമെൻ്ററി ഐഡിയയിൽ തന്നെ നമുക്കറിയാം റൊട്ടേഷൻസ് എന്ത് ചെയ്യുന്നില്ല, സെയിം ആക്സിസിലാണ് എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരു സിസ്റ്റം എടുത്തിട്ട് ഒരു സെയിം ആക്സിസിൻ്റെ അറൗണ്ടായിട്ട് തന്നെ നമ്മൾ സക്സസീവ് റൊട്ടേഷൻ നടത്തുകയാണെങ്കിൽ അത് കമ്മ്യൂട്ടിംഗ് ആണ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മളൊരു എക്സ് ആക്സിസിന് അബൌട്ടായിട്ട് ആദ്യം 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, പിന്നെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്ന് പറയുന്നതും എക്സിൻ്റെ അബൌട്ടായിട്ട് ആദ്യം 60 റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ 30 റൊട്ടേറ്റ് ചെയ്യുന്നതും സെയിം ആണ് അല്ലേ? സോ ദേ ആർ കമ്മ്യൂട്ടിംഗ്. റൊട്ടേഷൻസ് എബൌട്ട് ദി സെയിം ആക്സിസ് കമ്മ്യൂട്ട് ചെയ്യും. പക്ഷേ ഡിഫറെൻ്റ് ആക്സിസിൽ വരുന്ന സമയത്ത് അങ്ങനെയാണോ വരിക? അല്ല, ഡിഫറെൻ്റ് ആക്സിസ് വരുമ്പം നമുക്ക് എന്ത് ചെയ്യും, ആ റൊട്ടേഷൻസ് കമ്മ്യൂട്ട് ചെയ്യാതെ വരും. ഓക്കെ, അതൊരു ഫിഗർ വെച്ച് കാണിക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ ആദ്യം Z ആക്സിസിൻ്റെ എബൌട്ടായിട്ട് π/2 ഡിഗ്രി 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിസ്റ്റം ഈ ഒരു ഫോമിലേക്ക് മാറും. ദെൻ എഗെയിൻ അതിനെ എക്സ് ആക്സിസിൻ്റെ എബൌട്ടായിട്ട് π/2 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നിൽക്കുന്നത്. ഇനി ഇതേ റൊട്ടേഷന് നമ്മൾ തിരിച്ച് ചെയ്യാണ്. അതായത് ആദ്യം എക്സ് ആക്സിസിൽ ചെയ്തിട്ട് പിന്നെ Z ആക്സിസിൽ ചെയ്യാണ്. സോ എഗെയിൻ നമ്മുടെ ഇനീഷ്യൽ സിസ്റ്റം എടുത്തു, എക്സ് ആക്സിസിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, അപ്പോൾ ഇങ്ങനെയായി. ദെൻ സെഡിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങനെയായി അല്ലേ? 2 റിസൾട്ടും ഡിഫറെൻ്റ് ആണ്. സോ അതാണ് നമ്മൾ പറഞ്ഞത്, റൊട്ടേഷൻ എബൌട്ട് ഡിഫറെൻ്റ് ആക്സിസ് എന്ത് ചെയ്യില്ല, കമ്മ്യൂട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RZ ഇൻറ്റു RX എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ ടു RX ഇൻറ്റു RZ അല്ലേ? AB നോട്ട് ഈക്വൽ ടു BA ആണ്. AB മൈനസ് BA ഈക്വൽ ടു 0 വരുമ്പോഴാണ് നമ്മൾ കമ്മ്യൂട്ടിംഗ് എന്ന് പറയുക അല്ലേ? അങ്ങനെ വരുമ്പോൾ AB ഈക്വൽ ടു BA ആണ്. കമ്മ്യൂട്ട് ചെയ്യുന്ന സമയത്ത് AB ഈക്വൽ ടു BA ആയിരിക്കും. സോ ഇവിടെ നമുക്ക് പറയാം AB നോട്ട് ഈക്വൽ ടു BA ആണ് അല്ലേ? അവർ കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. നമ്മളൊരു വെക്റ്റർ കൺസിഡർ ചെയ്യുകയാണ്, V എന്ന് പറയുന്നൊരു വെക്റ്റർ. അതിൻ്റെ കമ്പണൻസ് VX, VY, VZ ആണെന്ന് വിചാരിക്കാം. ആൻഡ് ആഫ്റ്റർ റൊട്ടേഷൻ അതിൻ്റെ കമ്പണൻസ് വരുന്നത് VX പ്രൈം, VY പ്രൈം, VZ പ്രൈം ആണെന്ന് വിചാരിക്കാം. നമുക്കറിയാം നമ്മൾ റൊട്ടേഷനെ റെപ്രസെൻ്റ് ചെയ്യും. ഇവിടെ ഇപ്പം നമുക്ക് 3 കമ്പണൻസ് വരുന്ന ഒരു വെക്റ്ററാണുള്ളത് അല്ലേ? എന്ന് പറയുമ്പോൾ 3 ഡയമെൻഷണൽ വെക്റ്ററാണത്. 3 ഡയമെൻഷണൽ വെക്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു VX, VY, VZനെ VX പ്രൈം, VZ പ്രൈം, VY പ്രൈമിലേക്ക് കൊണ്ടുപോയ ആ ഒരു റൊട്ടേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3/3 ഓർത്തോഗണൽ മെട്രിക്സ് വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അല്ലേ? സോ we can relate these two components as Vx prime, Vy prime, Vz prime is equal to R into Vx, Vy, Vz എന്ന് എഴുതാൻ പറ്റും. where R is ഓർത്തോഗണൽ അല്ലേ? R into R ട്രാൻസ്പോസ് 1 ആയിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു വെക്റ്ററിൻ്റെ V എന്ന് പറയുന്ന ആ ഒരു വെക്റ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത് നമ്മുടെ അൺറൊട്ടേറ്റഡ് സിസ്റ്റത്തിലുള്ള ലെങ്ത് ആണ്, ഇത് റൊട്ടേറ്റഡ് സിസ്റ്റത്തിലുള്ള ലെങ്ത് ആണ്. അത് എന്തായിരിക്കും, സെയിം ആയിരിക്കും വരിക. ഓക്കെ, സോ നമ്മൾ
സെഡ് ആക്സിസിൻ്റെ എബൌട്ട് ആയിട്ടുള്ള ഒരു റൊട്ടേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ ഒരു റൊട്ടേഷന് കാണിക്കുന്ന മെട്രിക്സിനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കോസ് ഫൈ മൈനസ് സൈൻ ഫൈ 0, സൈൻ ഫൈ കോസ് ഫൈ 0 ആൻഡ് 0 0 1 ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മളിത് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ മാത്തമാറ്റിക്കലിലും പഠിക്കുന്നുണ്ട്, ക്ലാസിക്കലിൽ നമ്മൾ ഓയിലർ ആംഗിളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു പോർഷനിലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ 3 ഡയമെൻഷനൽ റൊട്ടേഷൻ മെട്രിക്സ്, സെഡ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷൻ മെട്രിക്സ് ആണിത്. ഓക്കെ, അപ്പോൾ ഇത് ഫൈനൈറ്റ് റൊട്ടേഷൻസ് ആണ് അല്ലേ, ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൈറ്റ് റൊട്ടേഷൻസ് ആണ്. സോ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇയാളെ ആർ സെഡ് ഓഫ് നമ്മൾ ഇവിടെ എപ്സിലോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഇൻഫിനിറ്റസിമൽ എമൗണ്ട് എപ്സിലോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആർ സെഡ് ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നതിന് കോസ് ഫൈനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം 1 മൈനസ് 5 സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് 5 ക്യൂബ് ബൈ 5⁴/4 ഫാക്ടോറിയൽ അങ്ങനെയാണ് വരുന്നത് അല്ലേ, ഈവൻ പവേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് 2 ടേംസ് മാത്രം എടുക്കുന്നു, 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലേ. കോസ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ബൈ 2 വരും. ദെൻ സൈൻ ഫൈ ഫോർ സ്മോൾ ആംഗിൾ വി വിൽ ടേക്ക് ഇറ്റ് ആസ് ഫൈ ഇറ്റ് സെൽഫ് അല്ലേ. അപ്പോൾ നമുക്ക് മൈനസ് സൈൻ ഫൈ ആയതുകൊണ്ട് മൈനസ് എപ്സിലോൺ വരും. ദെൻ 0 എപ്സിലോൺ 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ബൈ 2 0 0 0 1 എന്ന് വരും അല്ലേ. ഇതേപോലെ തന്നെ നമുക്ക് എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷന് കറസ്പോണ്ടിങ് മെട്രിക്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഉണ്ട് അല്ലേ. സോ അത് രണ്ടും എഴുതിയതാണിത്. ആർ എക്സ് ഓഫ് എപ്സിലോണ് ഈ ഒരു ഫോമിലാണ് വരിക, ആർ വൈ ഓഫ് എപ്സിലോണ് ഈ ഒരു ഫോമിലാണ് വരിക. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മളിത് ഓൾറെഡി പറഞ്ഞ കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എനിവേ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ ഒരു ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് കമ്മ്യൂട്ടിംഗ് ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ആർ എക്സ് ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ വൈ ഓഫ് എപ്സിലോൺ നമ്മൾ ചെയ്ത് കഴിയുമ്പം, അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സിസിൻ്റെ എബൌട്ടായിട്ട് ഒരു ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻ നടത്തുന്നു, എന്നിട്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് വൈ ആക്സിസിന് എബൌട്ടായിട്ട് ഒരു ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻ നടത്തുന്നു, നേരെ തിരിച്ചും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആർ എക്സ് ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ വൈ ഓഫ് എപ്സിലോൺ, ഈ മെട്രിക്സുകൾ തമ്മിൽ പ്രൊഡക്റ്റ് എടുത്താൽ മതി അല്ലേ. പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 മെട്രിക്സും ഡിഫറെൻ്റ് ആണ്. അതായത് ആർ എക്സ് ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ വൈ ഓഫ് എപ്സിലോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം വൈൻ്റെ എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്തു, പിന്നെ എക്സിൻ്റെ എബൌട്ടായിട്ട് ചെയ്തതും, ആദ്യം എക്സിന് എബൌട്ടായിട്ട് ചെയ്തിട്ട് പിന്നെ വൈന് എബൌട്ടായിട്ട് ചെയ്തതും രണ്ടും എന്താണ്, ഡിഫറെൻ്റ് ആണ് അല്ലേ. എന്ന് പറയുമ്പോൾ എന്താണ്, ദേ ഡു നോട്ട് കമ്മ്യൂട്ട്. അപ്പം ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസും എന്ത് ചെയ്യുന്നില്ല, കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുത്ത സമയത്ത് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ശരിക്കും ആ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എപ്സിലോണിൻ്റെ ഹയർ പവേഴ്സ് വരുന്ന ടേംസ് ഉണ്ട്, ക്യൂബൊക്കെ വരുന്ന ടേംസ് ഉണ്ട്, അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എപ്സിലോൺ സ്ക്വയർ വരെയുള്ള ടേംസേ ഇവിടെ റീറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം, ഇത് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ നോട്ട് കമ്മ്യൂട്ടിങ് അല്ലേ, കാരണം ഇത് രണ്ടും സെയിം അല്ല. ആർ എക്സ് ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ വൈ ഓഫ് എപ്സിലോണും ആർ വൈ ഓഫ് എപ്സിലോൺ ഇൻറ്റു ആർ എക്സ് ഓഫ് എപ്സിലോണും രണ്ടും എന്തല്ല, സെയിം അല്ല. ഇനി സപ്പോസ് നമ്മൾ എപ്സിലോൺ സ്ക്വയർ, അതായത് ഹയർ പവർ എന്ന് പറയുന്ന എപ്സിലോൺ ക്യൂബൊക്കെ നമ്മൾ ഒഴിവാക്കി എപ്സിലോൺ സ്ക്വയറും കൂടെ നമ്മൾ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കുക, എപ്സിലോൺ സ്ക്വയർ കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസും കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ then we can see that these two are same. ഓക്കെ, അതായത് എപ്സിലോണിൻ്റെ എല്ലാ ഹയർ പവേഴ്സും നമ്മൾ ഒഴിവാക്കുകയാണ്. ലീനിയർ ഡിപ്പെൻഡൻസ് വരുന്ന, അതായത് എപ്സിലോൺ റേസ് ടു 1 വരുന്ന ടേംസ് ഒഴികെ ബാക്കി ഹയർ പവേഴ്സ് എല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദീസ് ടു ആർ ദ സെയിം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് എബൌട്ട് ഡിഫറെൻറ്റ് ആക്സിസ് ഡു കമ്മ്യൂട്ട്. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും സെയിം ആവുക എന്ന് പറയുമ്പോൾ ദേ കമ്മ്യൂട്ട് അല്ലേ. സോ ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് എബൌട്ട് ഡിഫറെൻറ്റ് ആക്സിസ് ഡു കമ്മ്യൂട്ട് ഇഫ് ടേംസ് ഓഫ് ഓർഡർ എപ്സിലോൺ സ്ക്വയർ ആൻഡ് ഹയർ ആർ ഇഗ്നോർഡ്. എപ്സിലോൺ സ്ക്വയറിൻ്റെ ടേംസും കൂടെ നമ്മൾ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റൊട്ടേഷൻസ് എന്ത് ചെയ്യും, കമ്മ്യൂട്ട് ചെയ്യും. ഓക്കെ,
ഇനി നമുക്ക് എപ്സിലോൺ സ്ക്വയർ എടുത്തു കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ ഒരു റൊട്ടേഷൻസ് നമ്മൾ പറഞ്ഞു, നമ്മൾ എപ്സിലോൺ സ്ക്വയറും കൂടെ കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അത് കമ്മ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എത്രത്തോളമാണ് ആ ഒരു കമ്മ്യൂട്ട് ചെയ്യാത്തതിൻ്റെ എമൗണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ഈ രണ്ട് ടേംസ് RX ഓഫ് എപ്സിലോൺ ഇൻറ്റു RY ഓഫ് എപ്സിലോണും ഇവർ തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നോക്കുകയാണ്. ഓക്കെ, സോ ഫോർ ദാറ്റ് വി ആർ സബ്ട്രാക്ടിങ് ദീസ് ടു. അങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 0 മൈനസ് എപ്സിലോൺ സ്ക്വയർ 0, എപ്സിലോൺ സ്ക്വയർ 0 0 0 0 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മെട്രിക്സിനെ നമുക്ക് RZ ഓഫ് എപ്സിലോൺ സ്ക്വയർ -1 എന്ന് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഇതിനെ RZ ഓഫ് എപ്സിലോൺ സ്ക്വയർ -1 എന്ന് എഴുതുന്നത്? നമ്മുടെ RZ ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി RZ ഓഫ് എപ്സിലോൺ സ്ക്വയർ? RZ ഓഫ് എപ്സിലോൺ സ്ക്വയർ എന്തായിരിക്കും? RZ ഓഫ് എപ്സിലോൺ സ്ക്വയർ വരുമ്പം നമുക്കിവിടെ എപ്സിലോൺ പവർ 4 വരും അല്ലേ. എപ്സിലോൺ പവർ 4 വരുന്നതുകൊണ്ട് നമ്മളതിനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 1 വരും. ദെൻ ഇവിടെ നമുക്ക് എന്താ വരിക? മൈനസ് എപ്സിലോൺ എന്നുള്ളിടത്ത് മൈനസ് എപ്സിലോൺ സ്ക്വയർ ആണ് വരിക. ദിസ് ഇസ് 0. ഒരു മിനിറ്റ്. RZ ഓഫ് എപ്സിലോൺ സ്ക്വയർ എഴുതുമ്പോൾ നമുക്കിവിടെ 1 മൈനസ് എപ്സിലോൺ പവർ 4 വരും. നമ്മൾ റേസ്റ്റ് 2 വരുന്നതിൻ്റെ ഹയർ ഓർഡേഴ്സൊക്കെ ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് നമുക്കിവിടെ 1 മാത്രമേ വരുള്ളൂ. ദെൻ മൈനസ് എപ്സിലോൺ എന്നുള്ളിടത്ത് നമുക്ക് മൈനസ് എപ്സിലോൺ സ്ക്വയർ വരും 0. ഇവിടെ അഗെയിൻ എപ്സിലോൺ സ്ക്വയർ വരും. ഇവിടെ നമുക്ക് 1 വരും. മറ്റേ എപ്സിലോൺ സ്ക്വയർ വരുന്ന ടേമിൻ്റെ ഇവിടെ എപ്സിലോൺ സ്ക്വയർ ആയതുകൊണ്ട് നമുക്കിവിടെ എപ്സിലോൺ റേസ്റ്റ് 4 വരും അല്ലേ. അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യും. ദെൻ വി ഹാവ് 0 0 1 എന്ന് വരും അല്ലേ. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 1 വരുന്നില്ല അല്ലേ. 0 മൈനസ് എപ്സിലോൺ സ്ക്വയർ 0, എപ്സിലോൺ സ്ക്വയർ 0 0 0 0 0 ഈ ഒരു ഫോമിലാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് RZ ഓഫ് എപ്സിലോൺ സ്ക്വയർ -1. ഓക്കെ, RZ ഓഫ് എപ്സിലോൺ സ്ക്വയർ -1 ആണ് അത് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതിയിരിക്കുന്നത്. ദെൻ ഈ 1 എന്ന് പറയുന്നത് നമ്മൾ ആ 1 എന്ന് പറയുന്നതിനെ ജസ്റ്റ് ആറിൻ്റെ ടേമിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ എങ്ങനെ എഴുതും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RX ആയിക്കോട്ടെ RY ആയിക്കോട്ടെ RZ ആയിക്കോട്ടെ ഏതെടുത്താലും നമ്മൾ 0 എന്ന് പറയുന്ന ആംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൊട്ടേഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. any ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് വരിക. ഓക്കെ, നിങ്ങൾ ആ ഒരു റൊട്ടേഷൻ മെട്രിക്സുകൾ എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിലും നമുക്ക് കൺസെപ്ച്വലി അത് പറയാൻ പറ്റും അല്ലേ. any ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഏത് ആക്സിസ് ആയിക്കോട്ടെ നമ്മളവിടെ 0 ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുന്നില്ല. സോ നമുക്ക് അതിനൊരു യൂണിറ്റ് മെട്രിക്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സോ any ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ദീസ് ടു ഈ നമ്മുടെ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് RXും RYയും അതുപോലെ RY RX എന്ന് പറയുന്ന ഈ രണ്ട് ക്വാണ്ടിറ്റീസും ദേ ഡിഫർ ബൈ എൻ എമൗണ്ട് RZ ഓഫ് എപ്സിലോൺ സ്ക്വയർ മൈനസ് any ഓഫ് 0. ഓക്കെ.